ഓക്കെ. ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും ഞാണിലേക്ക് വരയ്ക്കുന്ന ലംബം ഞാണിനെ സമഭാഗം ചെയ്യുന്നു. ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലെ ഓൾറെഡി. സംശയമില്ലല്ലോ. ഈ പാഠത്തിൽ പഠിച്ച മെയിൻ സാധനം അതല്ലേ. A line which is drawn from the center of the circle to the chord will bisect the chord. നോക്കൂ, ആ പറഞ്ഞ കാര്യം ഞാനൊന്നും ഇവിടെ എഴുതാം. ഇത് വൃത്തത്തിന്റെ കേന്ദ്രം. ഓക്കെ, കാണണ്ടല്ലോ. ഞാനിവിടെ ഒരു കോഡ് വരച്ചു. ഈ കേന്ദ്രത്തിൽ നിന്നും ഒരു ലംബം വരച്ചാൽ അത് കറക്റ്റ് സെന്റർ കൂടെ കടന്നു പോകും ഇല്ലേ? ഓക്കെ, വീണ്ടും ഞാനൊരു കോഡ് വരച്ചു. ഇവിടുന്ന് ഇതിലേക്ക് ഒരു ലംബം വരച്ചാൽ അത് ഇതാ ഇങ്ങനെ കടന്നു പോകും. ശരിയല്ലേ? വീണ്ടും ഞാനിതാ ഒരു കോഡ് വരച്ചു. ഇതൊന്നും അതെ കറക്റ്റ് സെന്റർ വരച്ചാൽ കേന്ദ്രത്തിലൂടെ കടന്നു പോകും. ശരിയല്ലേ? എന്താ ഇതിന്റെ പ്രത്യേകത? ഞാൻ ഈ 3 കോഡ് വരച്ചപ്പോൾ ഈ 3 കോഡും അവിടെ ചേർന്നു. എന്തുണ്ടായി? ട്രയാങ്കിൾ ഉണ്ടായി. ശരിയല്ലേ? ആ ട്രയാങ്കിളിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വശത്തിന്റെയും ലംബ സമഭാജിയാണ് ഈ വരകൾ. പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. ആ വരകളെല്ലാം വരുന്നത് ഇവിടെ നിന്നാണ്. ഒറ്റ പോയിന്റ് എന്നല്ലേ ആ വരകളെല്ലാം വരുന്നത്? അവിടുത്തെ സർക്കിളിന്റെ സെന്റർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് നേരെ ഒന്ന് റിവേഴ്സ് ചെയ്ത് നോക്കുക. നമുക്ക് ഒരു സർക്കിൾ വരച്ചു. ആ സർക്കിളിൽ ഞാനൊരു ട്രയാങ്കിൾ വരച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഇനി പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ കോമ്പസ് ഇവിടെ കുത്തുന്നു, ഇങ്ങനെ വരയ്ക്കുന്നു, ഇങ്ങനെ വരയ്ക്കുന്നു. വീണ്ടും ഇവിടെ കോമ്പസ് കുത്തുന്നു, ഇങ്ങനെ വരയ്ക്കുന്നു, ഇങ്ങനെ വരയ്ക്കുന്നു. എന്നിട്ട് ഇതിലൂടെ ഇങ്ങനെ വരച്ചാൽ 90 ഡിഗ്രിയിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ രണ്ട് സൈഡ് ഈക്വൽ ആയിട്ട് വരച്ചു. അതുപോലെ ഈ സൈഡിന്റെയും ഞാൻ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു. എന്നിട്ട് ഇതാ ഇങ്ങനെ വരച്ചാൽ ഇനി മൂന്നാമത് ഈ സൈഡിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. ഞാൻ കുറച്ചും കൂടെ നീട്ടി വരച്ചു. ഇവിടുന്ന് ഇങ്ങനെ വരച്ചു. അത് ഇതാ കറക്റ്റ് ഇതിലൂടെ തന്നെ കടന്നു പോവില്ലേ? ഇല്ലേ? അതായത് ഈ ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറുകൾ വരച്ചാൽ അത് കൃത്യമായിട്ട് ഒരു സർക്കിളിന്റെ അല്ലെ? ട്രയാങ്കിൾ ഞാൻ ഇതിന്റെ ഉള്ളിൽ വരച്ചു, സർക്കിളിന്റെ ഉള്ളിൽ വരച്ചു. എന്നിട്ട് ആ ട്രയാങ്കിളിന്റെ ഓരോ സൈഡിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരച്ചു. അങ്ങനെ ആ ട്രയാങ്കിളിന്റെ ഓരോ സൈഡിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരച്ചാൽ ആ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് എല്ലാം കടന്നു പോകുന്നത് ആ സർക്കിളിന്റെ സെന്ററിലൂടെ ആയിരിക്കും. അല്ലേ? ആയിരിക്കണ്ടേ? അങ്ങനെ ആവണ്ടേ? വ്യത്യാസം ഉണ്ടാവോ? പറയ് നിങ്ങള്. എന്തുണ്ടായിരിക്കണ കേൾക്കാല്ലേ ഞാൻ പറയണത്? അപ്പൊ അത് പറയും, ചോദിക്കണേന് ഉത്തരം പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി വെറുതെ ഒരു ട്രയാങ്കിൾ ഞാൻ വരച്ചു. നിങ്ങൾ അത് ഓക്കെ എന്ന് പറഞ്ഞാലാണ് അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ മിണ്ടാണ്ടിരിക്കല്ലേ? വെറുതെ ഒരു ട്രയാങ്കിൾ വരച്ചു. ഈ ട്രയാങ്കിളിന്റെ എല്ലാം സൈഡുകളുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരച്ചു. എങ്ങനെ വരച്ചു? കണ്ട? ഈ സൈഡിന്റെ വരച്ചു, അതേപോലെ ഈ സൈഡിന്റെ വരച്ചു. അപ്പോ ഈ കേന്ദ്രം ഈ സൈഡിന്റെ മൂന്നാമത്തെ വരയ്ക്കേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെ നമ്മൾ വരയ്ക്കേണ്ട 2 വരച്ചാൽ മതി. അപ്പൊ തന്നെ നമുക്ക് കിട്ടുന്ന ഈ ഭാഗം ശ്രദ്ധിക്കുക. ഈ ഭാഗം കോമ്പസിന്റെ മുന വെച്ച് പെൻസിൽ ഇങ്ങനെ വെച്ച് വരച്ചാൽ ആ വര ഇങ്ങനെ വരച്ചാൽ ഇങ്ങനെ വരച്ച് 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 ആ വര ഈ മൂലയിലേക്ക് എത്തും. എത്തണ്ടേ? വീണ്ടും വരച്ച് വരച്ച് പോകുമ്പോൾ ആ വര പിന്നെ എവിടേക്ക് എത്തും? അടുത്ത മൂലയിലേക്ക് എത്തണ്ടേ? അപ്പൊ അതിങ്ങനെ കറക്റ്റ് വരച്ചാൽ ഇത്
ഈ ട്രയാങ്കിളിന്റെ എല്ലാ മൂലകളെയും തൊട്ടുകൊണ്ടൊരു സർക്കിൾ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. അതല്ലേ ഇവിടെ നമ്മൾ കാണുന്നത്. ഇങ്ങനെ വരയ്ക്കുന്ന ഈ സർക്കിള് ട്രയാങ്കിളിന്റെ എല്ലാ മൂലകളെയും തൊട്ടുകൊണ്ടുള്ള ഒരു സർക്കിൾ ആയിരിക്കും. സംശയമുണ്ടോ? സർക്യൂം സർക്കിൾ. എന്താണ് ആ സർക്കിളിന്റെ പേര്? പരിവൃത്തം. എന്തായാലും പറയുന്ന പേര് മലയാളത്തില് പരിവൃത്തം. ഇതിനെ വിളിക്കുന്ന പേരാണ് പരിവൃത്തം എന്ന് പറയും. മനസ്സിലായോ? അപ്പോ സർക്കിൾ എങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത്. ഓക്കെ, വരയ്ക്കല്ലേ? അപ്പൊ നമ്മള് ഓക്കെ, ഒരു സർക്കിൾ നിങ്ങൾ വരയ്ക്കും. അതായത് നമുക്ക് ഒരുമിച്ച് വരയ്ക്കാൻ വേണമെങ്കിൽ എല്ലാവരും അതിന് കോമ്പസും പെൻസിലൊക്കെ ഇല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ നിങ്ങൾ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. വെറുതെ ചുമ്മാ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. വരച്ചാ? വരച്ചു കഴിഞ്ഞാൽ ഓരോ വശത്തിൻ്റെതായിട്ടുള്ള പെർപെൻഡിക്കുലേഴ്സ് വരയ്ക്കാം. പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. ആദ്യം ഈ സൈഡിൽ നിന്ന് വെച്ചിട്ട് ഇതിന്റെ പകുതിയിൽ അധികം എടുക്കുന്നു, ഇങ്ങനെ വരയ്ക്കുന്നു. വീണ്ടും അതേ അളവ് ഇപ്പുറത്തേക്ക് വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കും. വരച്ചാ? ഇത് വരച്ചാ? ട്രയാങ്കിൾ വരച്ചാ? വരച്ചു കഴിഞ്ഞാൽ ഇതാ ഇപ്പൊ ട്രയാങ്കിളിന് ഞാൻ പേരിട്ടു ABC. ഇനി ഏഴ് കോമ്പസിന്റെ മുന കുത്തുന്നു, എന്നിട്ട് ഇതാ ഇങ്ങനെ ഒരെണ്ണം വരയ്ക്കും. വരച്ചാ? ഇനി അതേ അളവ് മാറ്റാതെ ഇതാ ഈ കോമ്പസിന്റെ മുന ബിയിൽ കുത്തുന്നു, എന്നിട്ട് ഇങ്ങനെ വരയ്ക്കും. വരച്ചാ? ഇനി വീണ്ടും കോമ്പസിന്റെ മുന ഏഴ് തന്നെ കുത്തുക. എന്നിട്ട് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാതും കൂടി കട്ടയാക്കണതിന് പകരേ ഈ സാധനം പുറത്തേക്ക് ഇത്തിരി, അതിന് കോമ്പസ് ഇത്തിരി അകത്തിയിട്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കും. വരച്ചാ? കോമ്പസ് ഇത്തിരി കൂടി അകത്തുന്നു, ഏര് കുത്തിയിട്ട് കോമ്പസ് ഇത്തിരി കൂടി അകത്തിയിട്ട് ഇത് പുറത്ത് വന്നാൽ മതി. അപ്പൊ ഇതിന്റെ ഉള്ളിൽ വന്നാലേ ആകെ കൂടി ഒരു കട്ടക്കൂട്ടാവും. വരച്ചാ? എന്താ പറയണത്? വരച്ചോ? വരച്ചില്ലേ? ഇനി വീണ്ടും കോമ്പസ് തിരിച്ച് ഇപ്പുറത്ത് കുത്തുന്നു. അതേ അളവ് മാറ്റി ചെയ്തിട്ടാ കോമ്പസ് വീണ്ടും ഇവിടെ കുത്തുന്നു, എന്നിട്ട് ഇങ്ങനെ വരയ്ക്കണം. വരച്ചാ? വരച്ചാ? വരച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും ഇങ്ങനെ ജോയിൻ ചെയ്തു. കണ്ട? സ്കെയിൽ വെച്ചിട്ട് കണ്ട? വരച്ചാ? ഈ രണ്ട് വരകളോട്ടാ, ഈ മൂലയെ കൂടി ഒന്നും പോണമെന്നില്ല കേട്ടാ. നിങ്ങക്ക് വരയ്ക്കുമ്പോ ചിലപ്പോ പൊസിഷനൊക്കെ മാറാം. വരച്ചാ? ഇനി വീണ്ടും കോമ്പസ് എടുക്കുന്നു, ഇവിടെ കുത്തുന്നു, ഇങ്ങനെ വരയ്ക്കുന്നു. കോമ്പസിന്റെ മുന അപ്പുറത്ത് കുത്തുന്നു, ഇങ്ങനെ വരയ്ക്കുന്നു. വരച്ചാ? ഇനി വീണ്ടും കോമ്പസിന്റെ മുന ബിയിൽ കുത്തുന്നു, കോമ്പസ് നന്നായി അകത്തുന്നു, എന്നിട്ട് ഇതാ ഇങ്ങനെ വരയ്ക്കുന്നു. പിന്നെ സീല് കുത്തുന്നു, കോമ്പസ് നന്നായി അകത്തുന്നു, എന്നിട്ട് അതേ അളവിൽ തന്നെ സീല് കുത്തുന്നു, അതേ അളവിൽ തന്നെ സീല് കുത്തുന്നു, എന്നിട്ട് ഇങ്ങനെ വരയ്ക്കും.
എന്നിട്ട് ഇത് രണ്ടും തമ്മിൽ ഇങ്ങനെ യോജിപ്പിക്കുന്നു. യോജിപ്പിച്ച യോജിപ്പിച്ച കിട്ടിയാ? ഇനി കോമ്പസിന്റെ മോന ദാ ഇവിടെ കുത്തുന്നു കണ്ടാ, ഇവിടെ ഈ പോയിന്റില്. എന്നിട്ട് കോമ്പസ് ഈ മൂലയിലേക്ക് വലിക്കുന്നു. ബിയിലേക്ക് വലിക്കുന്നു. വലിച്ച ബിയിൽ വലിച്ചിട്ട് ഇങ്ങനെ വട്ടം കറക്കുന്നു. വട്ടം കറക്കുമ്പോ എന്താ സംഭവിക്കുക? സർക്കിളായ? എല്ലാ ഭാഗത്തു കൂടി മുട്ടിപ്പോകുന്ന സർക്കിൾ കിട്ടിയ? ഓക്കെ, ഇനി ടെക്സ്റ്റ് ബുക്കിലത്തെ കണക്ക് ചെയ്യാം നമുക്ക് കേട്ടാ. ലാസ്റ്റ് സെറ്റ് ആണ്. ഡ്രോ 3 triangles with a length of 2 sides 4 and 5 centimeters and angle between them 60, 90, 120. ചോദ്യം നമുക്കുള്ളത് ചോദ്യം കണ്ട. Draw 3 triangles with the length of 2 sides 4 and 5 and the angle between them 60 degree, 90 degree, 120 degree. അതായത് 3 കണക്കാണ്, 3 ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത് കേട്ടാ. ഒരു ചോദ്യത്തിൽ തന്നെ 3 ചോദ്യങ്ങൾ, അതായത് 3 ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നു. ആ 3 ട്രയാങ്കിളിന്റെയും 2 സൈഡുകൾ സെയിം ആണ്. എത്രയാ? 4 ഉം 5. എന്നാൽ അവയ്ക്കിടയിലുള്ള ആംഗിളുകൾ വ്യത്യാസമുണ്ട്.
ആദ്യം വരയ്ക്കുന്ന 4ഉം 5ഉം എന്ന് പറയുന്ന ട്രയാങ്കിളില് 60 ഡിഗ്രിയാണ് അവയ്ക്കിടയിലുള്ള ആംഗിൾ. പിന്നെ വരയ്ക്കാൻ പറയുമ്പോൾ അതിൽ 90 ഡിഗ്രിയാണ്. പിന്നെ വരയ്ക്കാൻ പറയുന്നത് എത്രയാ? 120 ഡിഗ്രിയാണ്. കണ്ടോ നിങ്ങള്? കാണുന്നുണ്ടോ നിങ്ങള്? നമുക്ക് വരച്ചാലോ? എങ്ങനെയാ വരയ്ക്കുക? 4-5 സെന്റിമീറ്ററിൽ വരയ്ക്കാൻ പറയുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് ആദ്യം വരയ്ക്കുന്നു. ട്രയാങ്കിൾ വരയ്ക്കാൻ അറിയില്ലേ നിങ്ങൾക്ക്? അപ്പൊ ആദ്യം 4 സെന്റിമീറ്റർ വരയ്ക്കുന്നു. വരച്ചു എല്ലാവരും? വരച്ചോളൂ കേട്ടോ. ആദ്യം 4 സെന്റിമീറ്റർ വരയ്ക്കുന്നു. വരച്ച 4 സെന്റിമീറ്റർ സ്കെയിൽ വെച്ച് വരച്ചു കഴിഞ്ഞെങ്കിൽ പിന്നെ അടുത്തത് നമ്മള് എത്ര ഡിഗ്രി എടുക്കാൻ പറഞ്ഞുള്ള 60 ഡിഗ്രി അല്ലേ? പ്രൊട്രാക്ടർ വെക്കുന്നു. കണ്ടില്ലേ? പ്രൊട്രാക്ടർ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, കാണാണ്ട? ഞാൻ ഇവിടെ വരയ്ക്കുന്നത് കാണാണ്ട? അപ്പൊ പ്രൊട്രാക്ടർ ഇതാ അങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതില് 60 ഡിഗ്രിയിൽ ഞാനൊരു കുത്തിട്ടു. എന്നിട്ട് അതിലൂടെ ഞാൻ ചേർത്ത് അതിലൂടെ ഞാൻ നീട്ടി വരച്ചു. എത്ര സെന്റിമീറ്റർ വരച്ചു? ഇത് 4, ഇത് 5 സെന്റിമീറ്ററിൽ വെച്ച് കട്ട് ചെയ്തു. ഇത് 5 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ 60 ഡിഗ്രി ഇട്ടാ. എന്നിട്ട് ഈ അറ്റവും ഈ അറ്റവും തമ്മിൽ യോജിപ്പിക്കുന്നു. കിട്ടിയിട്ടാ നിങ്ങക്ക്? ഓക്കെ, എങ്കിൽ ഇനി എന്താ ചെയ്യാൻ പോണത്? കോമ്പസ് എടുക്കുന്നു, മോനെ ഇപ്പുറത്ത് കുത്തുന്നു. ഇതിന് വേണമെങ്കിൽ പേര് കൊടുക്കാം, ABC. ABC-യിൽ എയില് ഞാൻ കോമ്പസിന്റെ മുന കുത്തുന്നു. എന്നിട്ട് നേരത്തെ വരച്ച പോലെ ഇവിടെ വരയ്ക്കുന്നു. ബിയിൽ കുത്തുന്നു. അതേ അളവിൽ ഇങ്ങനെ വരയ്ക്കും. പിന്നെ എയിൽ വീണ്ടും കുത്തുന്നു. എന്നിട്ട് ഇത്തിരി നീട്ടി ഇങ്ങനെ ഇടുന്നു. ബിയിൽ കുത്തുന്നു, യോജിപ്പിക്കും. വരച്ചു കഴിഞ്ഞാൽ പറയണട്ടാ. വീണ്ടും ഇതാ കോമ്പസിന്റെ മുന ബിയിൽ കുത്തുന്നു, ഇവിടെ വരയ്ക്കുന്നു, സിയിൽ കുത്തുന്നു. അതേ അളവിൽ സിയിൽ കുത്തും, അങ്ങനെ വരയ്ക്കും. അത് കഴിഞ്ഞ് വീണ്ടും ബിയിൽ കുത്തുന്നു. ട്രയാങ്കിളിന്റെ പുറത്തായിട്ട് നമ്മൾ ചാപം വരയ്ക്കുന്നു. അതേ അളവിൽ സിയിൽ കുത്തുന്നു, ഇങ്ങനെ വരയ്ക്കും. എന്നിട്ട് ഇത് യോജിക്കും.
വർഷ വൃത്തം വരച്ച, സർക്കിൾ വരച്ച, കോമ്പസിന്റെ മുന അവിടെ വയ്ക്കുന്നു, സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, വരച്ച ഇങ്ങനെ കിട്ടിയ അടുത്തത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് വരയ്ക്കുമോ? എന്നിട്ട് ഞാൻ ഇവിടെ ബോർഡുമ്പോൾ വരയ്ക്കാം അതിന്റെ ആൻസർ. അത് നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ അതിലെ തന്നെ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണത്. എന്താ? മട്ടത്രികോണത്തിന്റെ ഹൈപ്പോട്ടനസിന്റെ സെന്ററിലാണ് ആയിരിക്കും സർക്കിളിന്റെ എന്ത് വരിക? കേന്ദ്രം വരിക കേട്ടോ. ഓക്കെ, ഇനി മൂന്നാമത്തെ വരയ്ക്കാം. മൂന്നാമത്തെ വരച്ചു കഴിഞ്ഞാൽ ഇതേപോലെ പറയട്ടെ, മിണ്ടാണ്ടിരിക്കരുത്, പറയണം. മൂന്നാമത്തെ ട്രയാങ്കിൾ ഇങ്ങനെ വന്നുള്ളത് 4 സെന്റിമീറ്റർ ഇങ്ങനെ വന്നു, 120 ഡിഗ്രിയിൽ 5 ഇങ്ങനെയാണ് വന്നിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ ഇതിന്റെ കേന്ദ്രം എവിടെ വരിക വെച്ചാല് ഇവിടെ ആയിട്ട് വരിക ഏകദേശം അല്ലെ. സർക്കിള് വലിയ സർക്കിളാവും, ഏറ്റവും വലിയ സർക്കിൾ ഇതിന്റെ ആവും അല്ലെ. ഓക്കെ, അപ്പോ ഇനി ഒരു കാര്യം പറയാണ്. ഞാനിപ്പോ വരച്ച സർക്കിൾ ഷേപ്പ് ഇല്ല കേട്ടാ, കാരണം എന്താ വെച്ചാൽ അത് വലിയ സർക്കിളായിട്ട് വരയ്ക്കണം. നോക്കൂ, ഇപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഈ ട്രയാങ്കിള് എല്ലാ ആംഗിളും 90-നെക്കാട്ടും കുറവാ. ഈ ട്രയാങ്കിൾ എല്ലാ കോണുകളും 90-നേക്കാൾ കുറവാണ്. ഈ ത്രികോണത്തിന് ഒരു പേരുണ്ട്, ന്യൂന ത്രികോണം എന്നാണ് വിളിക്കുക, അക്യൂട്ട് ട്രയാങ്കിൾ എന്നാണ് വിളിക്കുക. ഇതിന് ഒരു ആംഗിൾ 90 അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരെന്താ? മട്ട ത്രികോണം എന്നാണ്. ഇതിലൊരു ആംഗിൾ 90-നെക്കാട്ടും വലുതാണ്. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരെന്താ? ഇതിനെ വിളിക്കുന്ന പേര് ബൃഹത്ത് ത്രികോണം അഥവാ ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്നാണ്. അപ്പൊ ഇത് അക്യൂട്ട് ട്രയാങ്കിൾ, ഇത് റൈറ്റ് ട്രയാങ്കിൾ, ഇത് ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ. ഇങ്ങനെ 3 തരം ട്രയാങ്കിൾ ആണ് ഇപ്പൊ നിങ്ങൾ വരച്ചത് അല്ലെ. അതായത് ഇത് ന്യൂന ത്രികോണം, ഇത് മട്ടത്രികോണം, ഇത് ബൃഹത്ത് ത്രികോണം, ഒബ്റ്റ്യൂസ്. ഈ 3 ട്രയാങ്കിളിലും സർക്കിൾ നമ്മൾ വരച്ചപ്പോൾ സർക്കിളിന്റെ സെന്റർ കിട്ടിയതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അക്യൂട്ട് ട്രയാങ്കിളില് സർക്കിളിന്റെ സെന്റർ എവിടെയാ വന്ന്? ട്രയാങ്കിളിന്റെ ഉള്ളിൽ വന്നു, ത്രികോണത്തിന്റെ ഉള്ളിലാണ് ഇതിന്റെ കേന്ദ്രം വന്നത്. എന്നാൽ ബൃഹത്ത് ത്രികോണം അഥവാ ഒബ്റ്റ്യൂസ് ട്രയാങ്കിളിലോ ട്രയാങ്കിളിന്റെ പുറത്ത് വന്നു. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആവുമ്പോഴോ അതായത് ഹൈപ്പോട്ടനസിന്റെ കേന്ദ്രം. കേൾക്കണ്ട? എന്താ കേന്ദ്രം? അതായത് സെന്റർ ഓഫ് മിഡ് പോയിന്റ് ഓഫ് സെന്റർ അഥവാ മിഡ് പോയിന്റ് ഓഫ് ഹൈപ്പോട്ടനസ്, കർണത്തിന്റെ മധ്യബിന്ദു. കർണത്തിന്റെ മധ്യബിന്ദു കേൾക്കണ്ട? കർണത്തിന്റെ മധ്യബിന്ദുവാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു മട്ട ത്രികോണം തന്നിട്ട് അതിന്റെ പരിവൃത്തം വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നു വേണ്ട. ഇതിന്റെ മധ്യബിന്ദുവില് കോമ്പസ കൂട്ടിട്ട് ഒറ്റ വരയാ വരയ്ക്കാം, മട്ട ത്രികോണാണെങ്കിൽ അല്ലെ. അങ്ങനെ ചെയ്തൂടെ? അപ്പൊ ഇന്ന് നമ്മൾ എഴുതുന്ന ഒരു റിമംബർ ആണ് കേട്ടോ അത്. എന്താ? 3 കാര്യങ്ങൾ എന്തൊക്കെയാ? ഒരു ത്രികോണത്തിന്റെ, ഒരു സാധാരണ ത്രികോണത്തിന്റെ കേന്ദ്രം ത്രികോണത്തിന്റെ ഉള്ളിലായിരിക്കും. എന്നാൽ മട്ട ത്രികോണത്തിന്റെ കേന്ദ്രം കർണത്തിന്റെ മധ്യബിന്ദു ആയിരിക്കും.
എന്നാൽ ബൃഹത് ത്രികോണത്തിന്റെ കേന്ദ്രം എന്തായിരിക്കും? ത്രികോണത്തിന്റെ പുറത്തായിരിക്കും. അപ്പൊ ഒന്ന് എഴുതിയാലോ നമുക്ക്? അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കാം കേട്ടോ. ഇംഗ്ലീഷുകാർക്ക് ഞാൻ പറയാം, മലയാളികൾക്ക് ഞാൻ ഇതിൽ എഴുതാട്ടാ. ശ്രീരാഗ് പോയാ? ശ്രീരാഗേ? റിമെമ്പർ എഴുതിക്കോളൂ കേട്ടാ. ഇതിപ്പോ എത്രാമത്തെ റിമെമ്പർ ഈ പാഠത്തില്? എഴുതാ, ഞാൻ ഇംഗ്ലീഷിൽ എഴുതാം. ഒരു കാര്യം ചെയ്യാം, എങ്ങനെ മലയാളത്തിൽ എഴുതാം? ന്യൂന ത്രികോണത്തിന്റെ പരിവൃത്ത കേന്ദ്രം എഴുതിക്കോളൂ. സെന്റർ ഓഫ് സർക്യൂം സർക്കിൾ. സെന്റർ ഓഫ് അക്യൂട്ട് ട്രയാങ്കിൾ, സോറി, സെന്റർ ഓഫ് എന്താണ്? സർക്യൂം സർക്കിൾ ഓഫ് ആൻ അക്യൂട്ട് ട്രയാങ്കിൾ, എന്താ? ഈസ് inside of the triangle. New center of circum circle of a obtuse triangle. Obtuse triangle will be outside of the triangle. Center of right angled triangle will be the midpoint of hypotenuse. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. ഇത് പഠിക്കാം. ഓക്കെ.